അങ്ങനെ പൗലോസും കൂടെ എന്ന ആളും കൂടിയിട്ട് അലീനയെ മനഃപൂർവ്വം ചൊടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആ ജോലിക്കാരിയും അപ്പോൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് അലീനയെ കാണിക്കാൻ വേണ്ടി തന്നെ പൗലോസ് മീനിന്റെ പകുതി ഭാഗത്തോളം അരിഞ്ഞ് ബേസിലേക്ക് കളയുന്നുണ്ട്. വാല് മാത്രമല്ല, വാലിൻ്റെ കൂടെ ഏകദേശം 1/4 കിലോ മീനും കൂടി കളയാണ്. അതുപോലെ തലഭാഗത്തൊന്നും ഒറ്റ വെട്ട്, അതിലും 1 കിലോയോളം താഴെ പോകുന്നുണ്ട്. അതിനുശേഷം അത് ആ ഒരു വേലക്കാരുടെ കയ്യിൽ കൊടുത്തു ശ്രമിക്കുമ്പം അത് വേണ്ട എന്ന് അലീന പറഞ്ഞ പ്രകാരം അവർ പോവാണ്. അങ്ങനെ അത് വേസ്റ്റ് ബിന്നിലേക്ക് തള്ളുകയാണ്. അതിനുശേഷം അതെടുത്ത് കറി വെക്കാൻ പോകുമ്പം അലീന സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും പൗലോസ് പറയുന്നുണ്ട്, കുഞ്ഞെ, ഞാനിവിടെ കുറെ കാലമായി പണിക്ക് നിൽക്കുക, എന്നെ മരകടിപ്പിക്കാൻ വരല്ലേ, സാറ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുമ്പം അതെനിക്ക് നന്നായി ഓർമ്മയുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് അനുസരിക്കാമെങ്കിൽ മാത്രം പൗലോസേട്ടൻ ഇവിടെ ജോലി ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. ആ മീൻ കഷ്ണം എടുക്കുക എന്ന് പറയാണ്. വേസ്റ്റ് ബിന്നിൽ കളഞ്ഞ മീൻ കഷ്ണം ഞാൻ എടുക്കണോ? അതെ, പൗലോസേട്ടൻ തന്നെ അതെടുക്കണം. അതെ, എനിക്ക് സൗകര്യപ്പെടത്തില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ പൗലോസേട്ടനെ ഇവിടെ ജോലി ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. അതെ, സാറ് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാണ്. ഈ സമയം മറ്റേ പുള്ളിക്കാരൻ പേടിച്ച് അയാളുടെ പിന്നാലെ തന്നെ അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ടേ. ഈ സമയം നേരെ സ്റ്റാലിൻ്റെ അടുത്തേക്ക് പരാതിയുമായി ചെല്ലാണ് പൗലോസ്. സ്റ്റാലി അവിടെ നിൽക്കുമ്പം പൗലോസിന്റെ പറയുന്നുണ്ട്, കേണൽ സാബ്, എനിക്കൊരു പരാതി പറഞ്ഞിട്ടുണ്ട്. എന്താണോ, വീണ്ടും പ്രശ്നമാണോ? അതേ സാബ്, രാവിലെ തന്നെ അലീന അങ്ങോട്ടേക്ക് വന്നിരുന്നു. വന്നതിന് ശേഷം മീൻ്റെ വാലും തലയും കളഞ്ഞതിന് ഭയങ്കര പ്രശ്നമാണ്. ഷോ, ഞാൻ നോക്കട്ടെ എന്താ കാര്യമെന്ന്. താൻ അടുക്കളയിലേക്ക് ചെല്ല്. ഇല്ല സാബ്, ഞാൻ പോവില്ല. ഇനി നിങ്ങൾ തീരുമാനമാവാതെ ഞാൻ അടുക്കളയിലേക്ക് കയറുന്നില്ല. കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കളഞ്ഞ മീൻ്റെ വാലും തലയൊക്കെ എടുത്ത് വെക്കാതെ, വേസ്റ്റ് എടുത്ത് വെക്കാതെ ഇനി അടുക്കളയിലേക്ക് കയറാൻ പാടില്ല എന്ന്. പിന്നെ സാറിൻ്റെ മോളല്ലേ, എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാണ്. അലീന അങ്ങനെ പറഞ്ഞു. അതെ സാർ, അലീന അങ്ങനെ പറഞ്ഞു. ഇനി ആ മീനിൻ്റെ വേസ്റ്റ് എടുത്ത് കറി വെക്കാതെ അടുക്കളയിലേക്ക് കയറി പോരുമെന്ന ആ കൊച്ചിനോട് പറഞ്ഞേക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പൗലോസിനെയും കൂട്ടിക്കൊണ്ട് നേരെ അലീനയുടെ മുറിലേക്ക് ചെല്ലുകയാണ്. പൗലോസ് അപ്പം പുറത്തേക്ക് പോയിട്ടോ. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ചെന്നിട്ട് സ്റ്റാൻലി ചോദിക്കുകയാണ്, അലീന, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകരുതെന്ന്. വീണ്ടും നീ എന്തിനാ അടുക്കളയിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയത്? അടുക്കള വശത്തേക്ക് പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അവരൊക്കെ ജോലിക്കാരാ, അവർക്കതിൻ്റെ ആവശ്യമൊന്നും നമുക്കങ്ങോട്ട് പോകേണ്ട ആവശ്യം പോലും ഇല്ല. കൃത്യസമയത്ത് ഫുഡ് എടുക്കൽ നമ്മുടെ ഡൈനിങ് റൂമിൽ വരുന്നുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. അത് മാത്രമാണ് നമ്മുടെ ജോലി. അല്ലാതെ അവിടെ പോയി അവരുടെ ഇടയിലേക്ക് കയറി നാണക്കേട്. അതും പൗലോസ് വേസ്റ്റിൽ കളഞ്ഞ സാധനം എടുത്ത് കറി വെക്കാൻ അലീന പറഞ്ഞെന്ന് പറഞ്ഞു. പപ്പ, അത് വേസ്റ്റ് അല്ല, അതിൽ ഏകദേശം 1 കിലോയോളം മീനുണ്ട്. അത്രയും മത്സ്യം അതിനകത്തുണ്ട്. മാംസം അതിലുണ്ട്. അതെല്ലാം മനഃപൂർവ്വം എന്നെ കാണിക്കാൻ വേണ്ടി തന്നെ കളഞ്ഞതാ പപ്പ എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വല്യപ്പച്ചനെ കയറുകയാണ്. എന്താ പ്രശ്നം? അപ്പച്ച, ഞാനിവിടെ പറഞ്ഞല്ലേ ഇവിടെ ഇനി ഈ പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. വീണ്ടും അടുക്കളയിലേക്ക് പോയി അവിടെ പ്രശ്നം ഉണ്ടാക്കി. പൗലോസിനോട് ആ വേസ്റ്റ് എടുത്ത് കറി വെക്കാതെ ഇനി അങ്ങോട്ടേക്ക് കയറുന്ന പറഞ്ഞിരിക്കുക അപ്പച്ച എന്ന് പറയുന്നുണ്ട്. എന്താ മോളോട് ഞാൻ പറഞ്ഞതല്ലേ. പപ്പ, അതെങ്ങനെ വേസ്റ്റ് ആവും? അത് ഏകദേശം 1/4 കിലോ മാംസമുണ്ട്. ഞാൻ പറഞ്ഞതല്ലേ പപ്പ. അപ്പോഴേക്കും സ്റ്റാലി പറയുന്നുണ്ട്, അങ്ങനെ വേസ്റ്റും മറ്റൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ ഡൈനിങ് ടേബിൾ നിറയെ ആഹാരം കാണണം, എനിക്ക് നിർബന്ധമാ എന്ന് പറയുന്നുണ്ട്. വിഭവസമ്മതമായ ഊണമേശയിലെ വിഭവമായിട്ട് തന്നെ ആഹാരമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അതിൽ എത്രത്തോളം വേസ്റ്റ് പോകും, എത്രത്തോളം നല്ല ഭാഗം ഉണ്ടെന്നൊന്നും ഓർത്ത് ഞാൻ തലപോയിക്കാറില്ല എന്ന് സ്റ്റാലി പറയുമ്പോൾ അലീന പറയാണ്, പപ്പ ഇവിടെ വില കൂടിയ ഊണുമേശയിൽ വില കൂടിയ ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റാക്കി കളയുമ്പോൾ കഴക്കൂട്ടത്ത് ഒരു ഓർഫനേജിൽ ഒരു പെൺകുട്ടി ആ എച്ചിലെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഓർത്ത് കരഞ്ഞുകൊണ്ട് പടിവാതിക്കൽ ഇരിപ്പുണ്ടായിരുന്നു. ഒരു ദിവസം ചിക്കൻ കാലിന് വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. ഒരു കല്യാണ വീട്ടിൽ നിന്നും വേസ്റ്റ് വന്ന ചിക്കൻ ബിരിയാണി ഞങ്ങൾക്ക് കൊണ്ട് തന്നു. അത് പകുതി വളിച്ചതായിരുന്നു. എന്നിട്ട് പോലും ഞങ്ങളത് ആർത്തിയോടെ വാരി കഴിച്ചു. അതുകണ്ട് ഞങ്ങളുടെ മമ്മി ഒരുപാട് കരഞ്ഞു. ഞങ്ങൾക്ക് വാങ്ങിത്തരാനുള്ള പൈസ ഒന്നും നമ്മളിൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇങ്ങനെ ദൂരത്തായി കളയുമ്പോൾ എനിക്കൊക്കെ അതാ ഓർമ്മ വരുന്നത്. അതുകൊണ്ടാണ് പപ്പ എനിക്ക് സഹിക്കാൻ കഴിയാത്തത് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാലിലേക്ക് കരച്ചിൽ വരുന്നുണ്ട്. കണ്ണീന്ന് കണ്ണുനീര് വരുന്നത് അലീന അറിയാതെ തുടച്ചു കളയാണ്. അപ്പച്ചനും ഇത് കേൾക്കുമ്പം സങ്കടം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകെപ്പാട് ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ് സ്റ്റാൻലി. അലീനോട് ഒന്നും പറയാതെ പിന്തിരി നടന്നു പോകുന്നുണ്ട്.
അപ്പോഴേക്കും അപ്പച്ചൻ ചോദിക്കാണ്, എന്താ കാര്യം? അത് പിന്നെ അലീന അവിടെ പോയി വീണ്ടും വഴക്കുണ്ടാക്കി. അതുമാത്രമല്ല, പൗലോസിനോട് ഇനി അവിടെ ജോലി ചെയ്യണ്ട, ആ വേസ്റ്റൊക്കെ എടുത്ത് കറി വെച്ചതിന് ശേഷം മാത്രം ജോലി ചെയ്താൽ മതി എന്നാണ് അവളുടെ ഓർഡർ. ഇത് ഇവിടുത്തെ സ്റ്റാലി പപ്പയുടെ മോളാ പറഞ്ഞെന്ന് പോലും അവൾ പറഞ്ഞു. അതിനിടയിൽ ഞാൻ എന്ത് ചെയ്യാനാ? അവളോട് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സാകപ്പാടെ അവൾ തകർത്ത് കളഞ്ഞു. അങ്ങോട്ട് പോയതുപോലെയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ അതാടാ അവളുടെ മനസ്സിലെ വിഷമം. ആ പാവം കൊച്ച് അനാഥാലയത്തിൽ ആ വേസ്റ്റ് കളഞ്ഞതൊക്കെ കഴിച്ച് ജീവിച്ചവളല്ലേ. അവൾക്കത് കാണുമ്പോൾ സങ്കടം വരും. അതെ, മനസ്സിൽ നന്മയുള്ളത് കൊണ്ടാ. ഇത്രയും വലിയ സൗഭാഗ്യം കിട്ടുമ്പോൾ പഴയതെല്ലാം മറന്ന് വേണമെങ്കിൽ അവൾക്ക് ജീവിക്കായിരുന്നു. എന്താച്ചാ കളയട്ടെന്നും പറഞ്ഞ് ഒരു രാജകുമാരിയെ പോലെ ഇവിടെ നിൽക്കാറുന്നല്ലോ. പക്ഷെ അവള് അതെന്തെങ്കിലും ചെയ്തോ? അവളുടെ മനസ്സ് ഇപ്പോഴും അവിടെ തന്നെയാ, ആ ഓർഫനേജിൽ. അവളെ തീറ്റി പോറ്റിയ ആ ഓർഫനേജ്. അതുകൊണ്ടാ ഇതൊക്കെ കാണുമ്പം അവൾക്ക് വിഷമം വരുന്നത്. പിന്നെ പൗലോസ്, അവൻ ഇച്ചിരി അഹങ്കാരം കൂടുതലാ. ആദ്യത്തെ ദിവസം എൻ്റെ മോള് അടുക്കളയിൽ ഒരു ചായ ഇടാൻ പോയപ്പം അവൻ എന്തൊരു ഷോ ആയിരുന്നു. അവൻ്റെ സ്വന്തം അടുക്കളയാണെന്ന് പറഞ്ഞുകൊണ്ട് അവനോട് ഷോ കാണിക്കലില്ലായിരുന്നോ? അവൻ്റെ അഹങ്കാരം ഇന്നോടെ നിർത്തി കൊടുക്കുന്നുണ്ട് ഞാൻ എന്ന് പറയുമ്പം അപ്പച്ചൻ, എന്താച്ചാ പറ, എനിക്കൊന്നും പറ്റുന്നില്ല, ഞാൻ കുറച്ചു നേരം പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം അവധക്കുട്ടി അലീനയുടെ അടുത്ത് വന്നിട്ട് എന്താ മോളെ കാര്യം ചോദിക്കുകയാണ്. നടന്ന സംഭവങ്ങൾ അലീന പറയുന്നുണ്ട്. അപ്പച്ച, ഇവിടെ ഒരുപാട് സാധനങ്ങൾ വേസ്റ്റാക്കി കളയാ. എന്തൊക്കെയാണേലും ഇതിൻ്റെ പപ്പയുടെ പൈസയല്ലേ, അങ്ങനെ കളയേണ്ട കാര്യമുണ്ടോ? അർഹതയില്ലാത്ത ആ സ്ത്രീക്ക് എന്തുമാത്രം എന്താ കൊടുത്തു വിടുന്നത്? അഴുകാത്ത പച്ചക്കറികൾ തലേ ദിവസം മേടിച്ചത് പിറ്റേ ദിവസം കൊടുത്തുവിടുക. ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കഴിക്കില്ലെന്ന് പറഞ്ഞു. ശരി, സമ്മതിച്ചു. ഉണ്ടാക്കിയ ഫുഡ് അതേപടി കൊടുത്തുവിടുന്നു. അത് മാത്രമല്ല, മീനും ഇറച്ചിയും എല്ലാം കൊടുത്തുവിടുക. അതിൻ്റെ ആവശ്യമുണ്ടോ അപ്പച്ച എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അവൻ കണക്കൊന്നും നോക്കാറില്ലെന്നേ. എങ്കിലും അവർക്ക് കൊടുക്കുന്നത് പോട്ടെ, വേസ്റ്റിൽ തള്ളുന്നത് എവിടുത്തെ ന്യായം അപ്പച്ച? എന്നെ തോപ്പിക്കാൻ വേണ്ടി രാവിലെ പൗലോസ് അത്രയും മീൻ്റെ മാംസം എടുത്ത് വേസ്റ്റിൽ കളഞ്ഞു. അതെന്തായാലും എനിക്ക് ചോദിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അഹങ്കാരത്തോടെ പറയാ എനിക്ക് സൗകര്യമില്ലെന്ന്. എൻ്റെ മുഖത്ത് നോക്കി അയാളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കതിനുള്ള മറുപടി കൊടുക്കണമല്ലോ. ഞാൻ പറഞ്ഞു, ആ വേസ്റ്റിൽ കിടക്കുന്ന സാധനം എടുത്ത് കറി വെക്കാതെ ഇനിയുള്ള ജോലി ചെയ്യേണ്ടത്. അത് സാബ് പറട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരാളുടെ പറയാ. ഞാൻ പറഞ്ഞു, സാബല്ല, സാബിൻ്റെ മോളാ പറഞ്ഞത്, അതങ്ങോട്ട് അനുസരിക്കാൻ. അതിന് പോയി പപ്പയോട് കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അപ്പച്ചൻ പറയാണ്, എൻ്റെ മോൾ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടിക്കൊണ്ട് അടുക്കളയ്ക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ബൈജുവിൻ്റെ മറ്റേ ഡ്രൈവറും അതുപോലെ തന്നെ പൗലോസും ആൻ്റപ്പനും അവിടെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് വന്നിട്ട് അപ്പച്ചൻ ചോദിക്കുകയാണ്, എന്താടാ എൻ്റെ മോളുമായിട്ട് നീയൊക്കെ എന്താടാ പ്രശ്നം? അപ്പോഴേക്കും പൗലോസ് പറയുന്നുണ്ട്, സാബിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാബാ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തീരുമാനം ഉണ്ടാക്കാൻ. അത് പിന്നെ വേസ്റ്റിൽ ഞാൻ കുറച്ച് മീൻ കളഞ്ഞു, അത്രേ ഉള്ളൂ. വാലും തലയും അത് ഇത്ര വലിയ കുറ്റമാണോ? തല എന്തായാലും സാബ് കൂട്ടില്ല, വാലും കൂട്ടില്ല. അതൊക്കെ എടുത്ത് വെച്ച് കറി വെക്കാൻ പറ്റുമോ? ഈ കൊച്ചത് അനാഥാലയത്തിൽ അങ്ങനെ വളർന്നെന്ന് വെച്ച് മിണ്ടാതിരിക്കട നാളെ. ആര് നോക്കിയാടാ നീ ഈ വർത്തമാനം പറഞ്ഞത്? എൻ്റെ മോളെ നോക്കിയോ? നിന്റെ നാവ് ഞാൻ പിഴുതെറിയും എന്ന് പറയുമ്പോൾ, അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ആ കൊച്ചനല്ലേ പറഞ്ഞത് അനാഥാലയത്തിലാ വളർന്നേന്ന്, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട കേട്ടോ, എൻ്റേത് നീ തല്ലുകൊള്ളും എന്ന് പറയാണ്. ആ വേസ്റ്റിൽ കിടന്ന ആ വേസ്റ്റിങ് എടുത്തടാ ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും പൗലോസ് മറ്റവനെ നോക്കാണ്. പേടിച്ച് പൗലോസ് അതെടുത്ത് ആ ഒരു സ്ലാബിലേക്ക് വെക്കുമ്പം അവതക്കുട്ടി ഞെട്ടിപ്പോകുന്നുണ്ട്. അലീന പറഞ്ഞതുപോലെ കൃത്യം നടുക്കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. തലയുടെ ഭാഗത്തുനിന്നും ഏകദേശം ഒരു 1/2 കിലോയോളം, വാലിൻ്റെ ഭാഗത്തുനിന്നും 1/2 കിലോയോളം അലീനെ തോപ്പിച്ച് പൗലോസ് വെട്ടിക്കളഞ്ഞായിരുന്നു. അത് കൃത്യമായി തന്നെ ഉണ്ട്. ഹാ, തന്തയ്ക്ക് പറക്കാടില്ലടാ നീ കാണിച്ചത്. എന്താടാ പൗലോസെ നീ കാണിച്ചു വച്ചിരിക്കുന്നത്? ഇത് ഒരു കറിക്കുള്ളതുണ്ടല്ലോടാ, ഇമാതിരി ആണോടാ നീ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയുമ്പം, അത് പിന്നെ അതുകുട്ടി ചായ എന്ന് പറയുമ്പോൾ മിണ്ടിപ്പോവരുത്, മര്യാദയ്ക്ക് അതെടുക്കണമെന്ന് പറയാണ്. അങ്ങനെ അവിടെ വെച്ച് തന്നെ ആ തലയുടെ ഭാഗത്തുനിന്നും കണ്ടിച്ചെടുപ്പിക്കുന്നുണ്ട്, വാലിൻ്റെ ഭാഗത്തുനിന്നും കണ്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ ബാക്കി വരുന്ന ഭാഗത്തോട് അവധക്കുട്ടി നോക്കിയിട്ട് പറയാണ്, ഇതിന് ഞാൻ പറഞ്ഞത് വേസ്റ്റ് അല്ലാതെ ഇതല്ല, മനസ്സിലായോടാ? പിന്നെ എൻ്റെ മോള് പറഞ്ഞ അനുസരിച്ച് നിൽക്കാമെങ്കിലേ നീ ഇവിടെ നിന്നാൽ മതി, മനസ്സിലായോടാ? അവധക്കുട്ടി ചായ എന്ന് വിളിക്കുമ്പം എന്താടാ എന്തെങ്കിലും പറയാനുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവധക്കുട്ടി ദേഷ്യപ്പെടുന്നുണ്ട്. ഉടനെ ആ വേസ്റ്റ് കളഞ്ഞിട്ട് മറ്റേ മീൻ കഷ്ണങ്ങളൊക്കെ എടുക്കാണ്.
അലീന അയാളുടെ മുമ്പിൽ കയ്യും കെട്ടി രൂക്ഷമായി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അവളുടെ മുമ്പിൽ തോറ്റുപോയല്ലോ എന്നോർത്ത് പൗലോസിന് നല്ല ദേഷ്യവും വിഷമവും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ അലീനയും അവതക്കുട്ടിയും കൂടി അകത്തേക്ക് കയറിപ്പോവാണ്. എങ്കിലും നമ്മൾ നാണം കിട്ടു പോയല്ലോ പൗലോസേട്ടാ. പൗലോസേട്ടൻ ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്. അവളുടെ മുമ്പിൽ തോറ്റു കൊടുക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പം നാണക്കേടായല്ലോ. ദേ ആൻ്റപ്പൻ ചേട്ടൻ അവതക്കുട്ടിച്ചായി വന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അവള് പറഞ്ഞനുസരിച്ച് മിണ്ടാതെ നിന്നോണോന്ന്. ഇന്നലെ കയറുന്ന അവളുടെ വാക്ക് കേട്ട് ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് എന്ന് പറയുമ്പം ഔസേപ്പ് പറയാണ്, ഞാനേ സാബിനോട് ചോദിക്കാൻ പോവാ. സാബും ഇങ്ങനെ എങ്ങാനും പറഞ്ഞാലേ ഞാൻ ആ നിമിഷം ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ച് അങ്ങ് പോകും എന്നും പറഞ്ഞുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്. എന്തായാലും അവതക്കുട്ടിച്ചായം പറഞ്ഞാലേ അങ്ങടുത്ത് കറി വെച്ചേക്ക്, ഇല്ലെങ്കിലേ അങ്ങേര് ഇങ്ങോട്ട് വരും ഇടഞ്ഞ ആനയെപ്പോലെ. അവതക്കുട്ടിച്ചായൻ ആരാണെന്ന് നമുക്കറിയാലോ എന്ന് ആൻ്റപ്പം പറയാണ്. ആൻ്റപ്പം പറയുന്നുണ്ട്, ഞാൻ അപ്പോളേ പറഞ്ഞതാ വെറുതെ പ്രശ്നത്തിലൊന്നും പോകണ്ടായെന്ന്. ആ കൊച്ച് എങ്ങനെ ഉണ്ടാകാനും ജാറ് സന്തതിയാണെങ്കിലും അത് നമ്മുടെ കേണൽ സാബിൻ്റെ മോളാ. ഞാൻ പറഞ്ഞില്ലേ ആ ടെൽസാമോളുടെ അതേ ഷേപ്പാ. അത് മാത്രമല്ല, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ നമ്മുടെ സ്റ്റാർലി ജോസഫ് നമ്മുടെ സാബിൻ്റെ അമ്മയുണ്ടല്ലോ ചിന്നമ്മ, അവരെ തനി സ്വരൂപമാണ് ഈ അലീന എല്ലാവരും പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചു. അത് മാത്രമല്ല, അവതക്കുട്ടിച്ചായം വന്നുടനെ അവളുടെ മുന്നിൽ വീണുപോയതിൻ്റെ കാര്യം അറിയോ നിങ്ങൾക്ക്? സ്വന്തം ഭാര്യ, മരിച്ചുപോയ ഭാര്യയുടെ തനി സ്വരൂപത്തിൽ വന്ന സ്വന്തം കൊച്ചുമോളെ കണ്ട അയാൾ ഞെട്ടിപ്പോയത്. അതുകൊണ്ടാ ഒറ്റ ദിവസം കണ്ട് അവളുടെ മുമ്പിൽ ഫ്ലാറ്റായി പോയത് എന്ന് പറയുന്നുണ്ട്. ഓഹോ, അപ്പോൾ അതാണല്ലേ കാര്യം. അവളുടെ ആ തനി രൂപം കണ്ടാണോ പേടിച്ചു പോയത്? അതേടാ, അത് തന്നെ. ഈ കുട്ടിച്ചായൻ്റെ പെമ്പർനോത്തിയുടെ അതേ ഷേപ്പാ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാ തന്തയും മകളെ ഇത്ര പെട്ടെന്ന് തിരിച്ചറിഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി എങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം പൗലൂസ് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും സാബിനൊന്ന് കാണട്ടെ, സാബ് എന്താ പറഞ്ഞെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ നേരെ സ്റ്റാലിയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. സ്റ്റാലി അപ്പം ഒരു മദ്യം ഒഴിച്ച് കഴിക്കുന്നുണ്ട്. രണ്ടാമതൊന്നുകൂടി ഒഴിക്കുമ്പം അലിയുടെ മുഖം ഓർമ്മ വരുവാണ്. അവതക്കുട്ടി പറഞ്ഞിരുന്നല്ലോ, നീയും കൂടെ വീണുപോയാൽ പിന്നെ അലീനയ്ക്ക് ആരും കാണില്ല. റീത്താമ്മയും വീട്ടുകാരും വന്ന് അലീനനെ അടിച്ചിറക്കി വിടുമെന്ന് പറഞ്ഞല്ലോ. ആ ഒരു പേടിയുണ്ട് രണ്ടാമതൊന്നും ഒഴിക്കാതെ സ്റ്റാൻലി അവിടെ കസേരയിൽ തലയും ചായച്ച് കിടക്കുകയാണ്. ഇന്നേ വരെ താൻ പറഞ്ഞത് ആരും അനുസരിക്കാതിരുന്നിട്ടില്ല. ആദ്യമായിട്ടാണ് തൻ്റെ മകൾ തനിക്കെതിരെ നിൽക്കുന്നത്. പലതവണ താൻ വാൺ ചെയ്തതാണ് അടുക്കളയ്ക്ക് പോവരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന്. എന്നിട്ടും അവളത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. വീണ്ടും വീണ്ടും പോയി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. താൻ പറഞ്ഞൊന്നും തൻ്റെ മകൾ അനുസരിക്കുന്നില്ല. തനിക്കത് ജോലിക്കാരുടെയിലും മറ്റുള്ളവരുടെയിലും ഭയങ്കര ക്ഷീണം ഉണ്ടാക്കുകയാണ് എന്നൊക്കെ സ്റ്റാൻലി ഓർക്കുന്നുണ്ട്. സാബ് എന്നും പറഞ്ഞുകൊണ്ട് കഥകിന് കൊട്ടുകയാണ് പൗലോസ്. കയറി പോരൂ എന്ന് പറയുമ്പോഴേക്കും പൗലോസ് അകത്തേക്ക് കയറി വരുന്നുണ്ട്. എന്താ പൗലോസ്, പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചില്ലേ? അത് പിന്നെ സാബിൻ്റെ അച്ഛൻ വന്നിരുന്നു. എന്നിട്ട് വേസ്റ്റിൽ കിടന്ന മീനെടുത്ത് വെട്ടി കറി വെക്കാൻ പറഞ്ഞു. എന്നിട്ടോ? അത് പിന്നെ ഞാൻ വെട്ടിയെടുത്തു എന്ന് പറയുന്നുണ്ട്. പ്രശ്നം അവസാനിച്ചില്ലേ? പിന്നെന്താ സാബ്, അത് പിന്നെ അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ? ഞാനത് ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ടും എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചു എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അവധക്കുട്ടി കയറി വരുന്നുണ്ട്. എടാ ദേ, നീ ഇവനെ വിശ്വസിക്കരുത്. ഇവൻ പറഞ്ഞതല്ലാവേ പച്ച കള്ളവാ. ഇവൻ അലീനമോളെ തോപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത പരിപാടിയാ. കൃത്യം മീൻ്റെ നടുക്കഷ്ണം മാത്രം എടുത്ത് ബാക്കി വാലിലൂടെ അരക്കിലോ തലയിലൂടെ അരക്കിലോ എന്ന് പറഞ്ഞ് 1 കിലോ മീനാ ഇവൻ വെറുതെ കളഞ്ഞത്. പിന്നെ വെറുതെയാണോ കൊച്ചു കിടന്ന് ബഹളം വെച്ചത്? അവള് പറഞ്ഞതേ ശരിയാ. നീ അറിയാതെ അടുക്കളയിൽ കള്ളക്കടത്തും ദൂർത്തും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോഴേക്കും പൗലോസ് പറയാണ്, അയ്യോ കള്ളക്കടത്തോ? എന്താ മുതലാളി പറഞ്ഞേ? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. മിണ്ടാതിരിടാ എന്നും പറഞ്ഞുകൊണ്ട് പൗലോസ് കുട്ടിച്ചായം പറയാണ്, സ്റ്റാൻലി, ഇതുവരെ നീ അടുക്കളയിലെ കണക്കും കാര്യം ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. ഇനി ശ്രദ്ധിക്കണം, അതിൻ്റെ ആവശ്യമുണ്ട്. കാരണമേ ഇവിടെ നിന്നെ പഠിച്ച് ജീവിക്കുക ഇവരെല്ലാവരും. 10-20 വർഷമായിട്ട് ഇവരൊക്കെ നിന്റെ കൂടെ കൂടിയതല്ലേ. പക്ഷേ ഇവന്മാരൊന്നും നിനക്ക് വിശ്വാസമായിട്ട് നിൽക്കുകയല്ല, നിന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. എന്താ ചേ പറഞ്ഞേ? ഇവർ പറ്റിക്കാനോ? അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. അവള് എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവന്മാരെ കാണിക്കുന്നതെല്ലാം കള്ളത്തരാ, ചെയ്തു കൂട്ടുന്നതെല്ലാം കള്ളത്തരാണ് എന്ന് പറയുമ്പം പൗലോസ് ചോദിക്കാണ്, എന്താ കുട്ടിച്ചായ, എന്താ ഈ പറയുന്നേ? ശരിടാ, ഞാൻ ചോദിക്കട്ടെ, ഈ ആഴ്ച നീ എത്ര കിലോ അരി വാങ്ങിച്ചു? അത് പിന്നെ 50 കിലോ. ഈ ഒരാഴ്ചത്തേക്കോ? എന്നിട്ട് അരി തീരാറായോ? അത് തീരാറായി.
50 കിലോ അരി വെറും 7 ദിവസം കൊണ്ട് തീർന്നു. നിങ്ങളുടെ എത്ര പേരുണ്ട് എന്ന് ചോദിക്കുമ്പം അത് പിന്നെ ഞാൻ, പൗലോസ്, ഞാനും ആൻ്റപ്പൻ ചേട്ടനും ബൈജുവും പിന്നെ വിനോദും പിന്നെ സാബും എല്ലാവരും കൂടി ഒരു 7 പേര്. 7 പേർക്ക് 7 ദിവസത്തേന് എങ്ങനെയാണ് 50 കിലോ എന്ന് ചോദിക്കാണ്. പൗലോസിന്റെ മുഖത്തേക്ക് രൂക്ഷമായി സ്റ്റാൻലി നോക്കുമ്പം പൗലോസ് ഒന്ന് പരുങ്ങുന്നുണ്ട്. അത് പിന്നെ അത്രയൊക്കെ വേണ്ടി വരും. എങ്ങനെയാണ് അത്രയൊക്കെ വേണ്ടി വരുന്നത്? ഈ പറഞ്ഞ സ്റ്റാൻലി എന്തുമാത്രം കഴിക്കുമെന്ന് എനിക്കറിയാം. രാത്രി അവനൊരു ചപ്പാത്തി അത്രയൊക്കെ വേണ്ടുള്ളൂ. അലീന വയറു നിറച്ചൊന്നും ഉണ്ടെന്ന കക്ഷിയില്ലെന്ന് എനിക്കും അറിയാം. പിന്നെ ഈ പോകുന്ന കിളവൻ ഞാനും കഴിക്കും, പക്ഷേ 50 കിലോ അരിയൊന്നും ഞാൻ കഴിക്കില്ല എന്ന് പറയുന്നുണ്ട്. നിന്നെ കൊണ്ടൊന്നും കഴിച്ചാലും അത്രയും കഴിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. കൂടിപ്പോയാലേ ഒരു 15 കിലോ അല്ലെങ്കിൽ 20 കിലോ, ബാക്കി 30 കിലോ എവിടെടാ എന്ന് ചോദിക്കാണ്. അത് പിന്നെ സാബ് കണക്കിൽ ഞാൻ കൃത്യമായി സാബിനെ ഏൽപ്പിക്കുന്നുണ്ട്. അതെ, നീ കൃത്യമായി തന്നെ ഏൽപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യമാണ് ഞാനും ചോദിച്ചത് എന്ന് പറയാണ്. അതുപോലെ എല്ലാ ദിവസവും നീ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കുന്നുണ്ട്, മീൻ വാങ്ങിക്കുന്നുണ്ട്, എല്ലാം ഒറ്റ ദിവസത്തിന് മാത്രം. പക്ഷെ അതിൻ്റെ കണക്കുകളൊന്നും കറക്റ്റ് അല്ലല്ലോടാ എന്ന് പറയുമ്പം പൗലോസ് വീണ്ടും പരുങ്ങാണ് കേട്ടോ. എന്താ പൗലോസ് ഇതൊക്കെ? നിന്നെ വിശ്വസിച്ചല്ലേ ഞാനതിലെ മേപ്പിച്ചിരിക്കുന്നത്, എന്നിട്ട് അതിൽ കള്ളത്തിലുണ്ടെന്ന് പറഞ്ഞതോ? അയ്യോ സാബ്, ആ കൊച്ചു വെറുതെ പറഞ്ഞതാ, എല്ലാം കള്ളത്തരവാ. അപ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് കയറുകയാണ്. ഞാനിവിടെ വന്ന പിറ്റേ ദിവസം രാവിലെ ഇങ്ങോട്ടേക്ക് ആ ചേച്ചി കയറി വന്നു. ചേച്ചി കയറി വന്നപ്പോൾ സഞ്ചി കാലിയായിരുന്നു. തിരിച്ചു പോയപ്പോൾ അതിൽ എണ്ണ, പഞ്ചസാര, അതുപോലെ അരി, അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ച് കൊടുത്തുവിട്ടേക്കാം. അതുപോലെ തന്നെ ഇവിടെ തലേദിവസം വാങ്ങുന്ന പച്ചക്കറി കൃത്യം പകുതിയോളം ആ ചേച്ചിക്ക് കൊടുത്തയക്കും. ഫ്രിഡ്ജിലുള്ള ആഹാരവും എല്ലാം, അങ്ങനെ പല സാധനങ്ങളും ഇവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ ഈ ആഴ്ച വാങ്ങിച്ച ലിസ്റ്റാണിത് ഇത് എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലിയെ കാണിക്കുകയാണ്. ഈ ഒരാഴ്ച മാത്രം ഏകദേശം 50,000 രൂപയുടെ സാധനമാണ് കടലിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത്. സ്റ്റാൻലി പോയി പൈസയൊക്കെ കൊടുക്കാറുണ്ട്, പക്ഷെ എണ്ണി നോക്കാറൊന്നുമില്ല. അയാളോട് പറയാണ്, മോളെ ഇത് ഓൾറെഡി ഞാൻ പേ ചെയ്യുന്നതാണ്. ആഴ്ചയിൽ ഏകദേശം 50,000 രൂപ ഇവിടുത്തെ ഫുഡിന് ആവശ്യമുണ്ട്. അതുപോലെ 4 ആഴ്ച 2 ലക്ഷം രൂപ ആവശ്യമുണ്ട്. 2 ലക്ഷം രൂപയോ? പപ്പ എന്താ പപ്പ ഈ പറയുന്നേ? ഞാനും പാലയിലെ വീട്ടിൽ താമസിച്ചുള്ളതാണല്ലോ. അവിടുത്തെ അടുക്കളക്കാര്യങ്ങൾ നോക്കിയിരുന്നത് ഞാനാ. ഞങ്ങളവിടെ 3 കുട്ടികളും അതുപോലെ അവിടുത്തെ അച്ഛനും അമ്മയും ഞാനും 6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ലാവിഷായിട്ട് തന്നെയാണ് ആഹാരം കഴിച്ചു പോകുന്നത്. അവിടെ ഒരു മാസത്തേന് വെറും 50,000 രൂപ താഴെ മാത്രം മതി. അങ്ങനെയുള്ളപ്പോൾ ഇത്രയും പേർക്ക് ഇങ്ങനെ 2 ലക്ഷം രൂപ എന്ന് ചോദിക്കാണ്. അത് പിന്നെ അത്രയും ആവില്ലേ എന്ന് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. പപ്പ എത്ര നാളായി കമ്പോളത്തിലിറങ്ങി സാധനങ്ങളുടെ വിലയൊക്കെ ചോദിച്ചിട്ട്? 1 കിലോ മീൻ ഇപ്പം എത്ര രൂപയെന്ന് അച്ഛനറിയോ, പപ്പയ്ക്ക് അറിയുമെന്ന് ചോദിക്കുകയാണ്. അപ്പം സ്റ്റാൻലി ഒന്നും മിണ്ടുന്നില്ല. പോട്ടെ, 1 കിലോ ചിക്കൻ എന്താ വില? അതും അറിയില്ലല്ലേ. 1 കിലോ വെളിച്ചെണ്ണയ്ക്കോ? സ്റ്റാൻലി മിണ്ടുന്നില്ല. 1 കിലോ അരിക്ക് എന്താ വില? അപ്പോൾ പപ്പയ്ക്ക് ഒന്നും അറിയില്ല. ഇവരെ വിശ്വസിച്ച് എല്ലാം ഏൽപ്പിച്ചിരിക്കുക അല്ലേ? ഇത്രയും പൈസയാകുമെന്ന് പപ്പ തന്നെ അങ്ങ് വിചാരിച്ചിരിക്കുക. അവർ ചോദിക്കുന്നെല്ലാം കൊടുക്കുകയും ചെയ്യുമല്ലേ എന്ന് ചോദിക്കാണ്. സമയം ഒന്നും ആയിട്ടില്ല, പപ്പ എൻ്റെ കൂടെ ഒന്ന് വന്നേന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിനെയും കൂട്ടിക്കൊണ്ട് നേരെ അപ്പച്ചനും കൂടെ കൂടിയിട്ട് കടയിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് മേടിച്ച സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ നോക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കി 50,000 രൂപ ആയെന്നും പറയാണ്. അങ്ങനെയൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന് സ്റ്റോർ റൂമിൽ ചെന്ന് അലീന സ്റ്റാൻലിനെയും അതുപോലെ പൗലോസിനെയും അപ്പച്ചനെയും കൂട്ടിക്കൊണ്ട് ആൻ്റപ്പനെയും കൂട്ടിക്കൊണ്ട് സ്റ്റോർ റൂമിലേക്ക് ചെല്ലാണ്. അങ്ങനെ ഇന്നലെ കൊണ്ടിറക്കിയ സാധനങ്ങളുടെ ലിസ്റ്റിലേക്ക് നോക്കുമ്പം 50 കിലോ അരിയെന്ന് എഴുതിയെടുത്ത് വെറും 15 കിലോ അരി മാത്രമേ അവിടെ ഇരിപ്പുള്ളൂ കേട്ടോ. ഇത് എത്രയുണ്ട് പൗലോസെല്ലാം ചോദിക്കുമ്പം ഇത് 50 ഉണ്ട്. 50ഓ? പൗലോസെന്താ ഞങ്ങളെ പൊട്ടം കളിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പഞ്ചസാര 20 കിലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കുമ്പം 5 കിലോ പഞ്ചസാരയേ ഉള്ളൂ. അതുപോലെ വെളിച്ചെണ്ണ, അങ്ങനെ എല്ലാ സാധനങ്ങളും എഴുതിയേക്കുന്നതിൻ്റെ 4 മാത്രമേ ഉള്ളൂ. എന്താ പൗലോസേട്ടായതെന്ന് ചോദിക്കുമ്പം അത് പിന്നെ എന്നും പറഞ്ഞ് മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഈ സാധനങ്ങളെടുത്ത് വണ്ടിയിലോട്ട് വെച്ചേ എന്ന് ബൈജുനോടും വിനോദിനോടും അലീന പറയാണ്. സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ അതൊക്കെ ആവശ്യമുണ്ടച്ചാ? അങ്ങനെ ആ സാധനങ്ങളെല്ലാം പറക്കി പൗലോസും ബൈജുവും ആൻ്റപ്പനെയും കൂടി ആ വണ്ടിയിലേക്ക് വെക്കാണ്. അങ്ങനെ അലീനയും പൗലോസും കുട്ടിച്ചായനും സ്റ്റാൻലിയും കൂടി നേരെ കമ്പോളത്തിലേക്ക് മാർക്കറ്റിലേക്ക് പോവാണ്.
അവിടെ ചെന്നിട്ട് സ്ഥിരമായി സാധനങ്ങൾ വാങ്ങാനുള്ള കടയിൽ ഈ സാധനങ്ങൾ ഇറക്കിയിട്ട് തൂക്കാൻ പറയുന്നുണ്ട്. എല്ലാം തൂക്കി നോക്കുമ്പം അലീന പറഞ്ഞ കണക്ക് ശരിയായിരുന്നു. ഒരു മണക്കണക്കനുസരിച്ചാണ് അലീന ചാക്ക് കണ്ടപ്പോൾ 15 കിലോ അരിയെന്ന് പറഞ്ഞതും 5 കിലോ പഞ്ചസാര എന്ന് പറഞ്ഞതും. അലീന പറഞ്ഞതെല്ലാം കൃത്യമായിരുന്നു. അതുകൊണ്ട് സ്റ്റാൻലിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. അല്ലടോ, താൻ ഇതിൽ കൊടുത്തയച്ച ലിസ്റ്റായതൊക്കെ 50 കിലോ അരി, 15 കിലോ 20 കിലോ പഞ്ചസാര, അതുപോലെ 5 കിലോ വെളിച്ചെണ്ണ, എല്ലാ സാധനങ്ങളും ഇത്ര കൊടുത്തുവിട്ടിട്ട് ഇതിനകത്ത് 4 പോലും ഇല്ലല്ലോടോ എന്ന് പറയുമ്പം അത് പിന്നെ ഇവിടെ നടന്നു മേടിച്ചു പോയവരല്ലേ എനിക്കറിയുള്ളൂ. അവിടെ ചെന്നിട്ട് നിങ്ങൾ പകുതിയെ കൊണ്ടുവന്നുള്ളെങ്കിൽ ഞാനെങ്ങനെ അറിയും എന്ന് ചോദിക്കുമ്പം അലീന പറയാണ്, ഇന്നലെ ഇവിടുന്ന് കൊണ്ടുവന്ന സാധനങ്ങളുടെ കെട്ട് പൊടിച്ചിട്ടില്ല, ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ എല്ലാം ശ്രദ്ധിച്ചതാ, ഇത്രയത്തിലുള്ളായിരുന്നു എന്ന് പറയുമ്പം ആ കടക്കാരൻ പൗലോസിനെ നോക്കുന്നുണ്ട്. പൗലോസ് തലകുണിച്ച് നിൽക്കാണ്. കടക്കാരന് മനസ്സിലായി കാര്യം കൈവിട്ടു പോയി, പൗലോസിനെ പൊക്കിയെന്ന്. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, എൻ്റെ സാബ്, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടല്ല, ഈ പൗലോസ് പറഞ്ഞിട്ടാ. ഇവിടെ വന്നിപ്പോൾ 50 കിലോയുടെ അരി വാങ്ങിക്കും, അതിനുശേഷം 50 കിലോയിന്ന് അതിൽ കണക്കെഴുതും. പക്ഷെ വാങ്ങിക്കൊണ്ട് പോകുന്നത് വെറും 15 കിലോ ആയിരിക്കും. ബാക്കിയുള്ള 35 കിലോയിൽ പകുതി ഷെയർ എനിക്കും പകുതി ഷെയർ ഈ പൗലോസിനുമാ എന്ന് പറയുമ്പം സ്റ്റാലിൻ ഞെട്ടിത്തിരിഞ്ഞ് പൗലോസിനെ നോക്കാണ്. അതുപോലെ 20 കിലോ പഞ്ചസാര എഴുതിച്ചു. എന്നിട്ട് വാങ്ങിച്ചതോ 5 കിലോ. 15 കിലോയിൽ 7 കിലോ അയാൾക്കും 8 കിലോ പൗലോസിനും. അങ്ങനെയാണ് ഷെയർ. അങ്ങനെ വിനോദിനും അതിൻ്റെ ഒരു പങ്കുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളിലും കടക്കാരനും സ്റ്റാൻലിക്കും ഒരു പങ്കാണ്. ഈ കടലിൽ നിന്നും ഏകദേശം 50,000 രൂപയുടെ സാധനം എന്നാണല്ലോ പറഞ്ഞത്. കൂടിപ്പോയാൽ ഒരു 15,000 രൂപ അത്രയും മാത്രമേ ആവുള്ളൂ. ബാക്കി വരുന്ന പൈസ ഇയാളും വിനോദും അതുപോലെ നമ്മുടെ സ്റ്റാൻലിയും കൂടി ഷെയർ എടുക്കുകയാണ് ചെയ്യാറ്. ഇത് കണ്ട് സ്റ്റാൻലി ഞെട്ടിപ്പോകുന്നുണ്ട്. പപ്പയ്ക്കിപ്പോ മനസ്സിലാവുന്നുണ്ടോ അടുക്കളയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വെറും കള്ളക്കടത്ത് എന്ന് പറയാണ്. സ്റ്റാൻലിക്ക് ഇത് കണ്ട് പൗലോസിനെ കൊള്ളാനുള്ള ദേഷ്യം വരുന്നുണ്ട്. പൗലോസ് ചേട്ടാ, ഇനി മീൻകടലും ഇറച്ചിക്കടലിലൊക്കെ പോണോ എന്ന് ചോദിക്കുമ്പം വേണ്ട എന്ന് തല കുണിച്ച് പറയുന്നുണ്ട്. ഇനി മുതൽ സാധനങ്ങളുടെ ലിസ്റ്റ് കൃത്യമായി തന്നെ കൊടുത്തുവിട്ടേക്കണം എന്ന് കടക്കാരനോട് പറയാണ്. ഞാൻ ആരാണെന്ന് തനിക്കറിയാമല്ലോ, എന്നെക്കൊണ്ട് വെറുതെ റിവോൾവർ എടുപ്പിക്കരുത് എന്ന് പറയുമ്പം അയാൾ അയ്യോ സോറി സാബ്, ഇയാൾ പറഞ്ഞത് കൊണ്ടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി പോയി വണ്ടിയിൽ കയറുകയാണ്. ആ സാധനങ്ങളെല്ലാം പൗലോസും ആൻ്റപ്പനും കൂടി തിരിച്ചെടുത്ത് വണ്ടിയിലേക്ക് വെക്കുന്നുണ്ട്. അവരും കൂടെ കയറുന്നുണ്ട്. അതുപോലെ നമ്മുടെ അപ്പച്ചനും കൂടെ കയറുകയാണ്. കണ്ടില്ലോടാ എൻ്റെ മോളുടെ ഒരു മിടുക്ക്, വന്ന ഒരാഴ്ചക്കുള്ളിൽ അവളത് കണ്ടുപിടിച്ചില്ലേ. 10-15 വർഷമായിട്ട് നീമാർ തീറ്റിപ്പോറ്റല്ലേ, എന്നിട്ട് നീ എന്തെങ്കിലും മനസ്സിലാക്കിയോടാ എന്ന് ചോദിക്കാണ്. അങ്ങനെ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ ദേഷ്യപ്പെട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോണതേ. അങ്ങനെ വീട്ടിലേക്ക് തന്നെ ഇറങ്ങുന്നുണ്ട്. പൗലോസും ആൻ്റപ്പനും ഈ സാധനങ്ങൾ ഇറക്കാണ്. പൗലോസ് തലകുണിച്ച് നിന്നിട്ട് ഇറക്കുന്നത്. എല്ലാം ഇറക്കി വെച്ച് രണ്ടുപേരും കുറ്റവാളികളെ പോലെ നിൽക്കുകയാണ്. വിനോദിനെയും സ്റ്റാലിൻ വിളിപ്പിക്കുന്നുണ്ട്. അയാളും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. 3 പേരും തലകുണിച്ച് നിൽക്കുന്നുണ്ട്. എന്തിനാടോ തലകുണിച്ച് നിൽക്കുന്നത്? ഞാനേ ഒരു പട്ടാളക്കാരനായിരുന്നു. എൻ്റെ അതിർത്തിയിൽ പോലും ഇത്രയും മോഷണവും ഇത്രയും ചതി നടന്നിട്ടില്ല. ചതിക്കുന്നവരെയൊക്കെ എനിക്ക് തിരിച്ചറിയായിരുന്നു, ശത്രുക്കൾ ആരാണെന്നും തിരിച്ചറിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. കൂടെയുള്ള നിങ്ങൾ തന്നെ എന്നെ ചതിക്കല്ലായിരുന്നോ? വെറും 15,000 രൂപ ആഴ്ചയാവുന്നുള്ളിടത്ത് 50,000 രൂപ എന്ന് പറഞ്ഞു. മാസം 60,000 രൂപ വേണ്ടെടുത്ത് 2 ലക്ഷം രൂപയാണ് നിങ്ങൾ എടുത്ത് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. പുറമെ ശമ്പളവും. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് എന്തെങ്കിലും ഞാൻ അന്വേഷിച്ചിട്ടുണ്ടോ? അടുക്കളയിൽ എത്ര രൂപ ആവുന്നു, ചെലവാക്കുന്നു, എന്തെങ്കിലും ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ഒരു മയത്തിനൊക്കെ നിങ്ങൾ ദൂർത്തടിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾ എന്നെ മനഃപൂർവ്വം ചതിക്കല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം പൗലോസിനും വിനീതിനും ഒന്നും പറയാനില്ല കേട്ടോ. രണ്ടുപേരും തലകൊണ്ടിച്ച് നിൽക്കുകയാണ്. എല്ലാവരും ഷെയർ പറ്റുന്നുണ്ടല്ലോ. ആൻ്റപ്പാ, നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു. എന്നെ വിശ്വസ്തനായിട്ടും ഈ വീട്ടിലെ കാര്യസ്ഥനായിട്ടൊക്കെ നിന്നെ നിയമിച്ചിരുന്നതല്ലേ? എന്നിട്ട് താനും കൂടി എന്നെ ചതിക്കായിരുന്നല്ലേ? അയ്യോ സാബ്, ഞാനിതിലില്ല, എനിക്കൊന്നും അറിയില്ല. അപ്പോഴേക്കും അലീന പറയാണ്, അത് വെറുതെ. പൗലോസ് ചേട്ടനും വിനോദ് ചേട്ടനും കൂടി ഇട്ട് ആൻ്റപ്പൻ ചേട്ടന് കുറെ മദ്യം ഒഴിച്ചു തരുമായിരുന്നു എല്ലാ ദിവസവും വൈകിട്ട്. അതിൽ മയങ്ങി ആൻ്റപ്പൻ ചേട്ടൻ എല്ലാം കണ്ണടിച്ചുവിടായിരുന്നു. അല്ലേ ആൻ്റപ്പൻ ചേട്ടാ? ആൻ്റപ്പൻ ചേട്ടൻ പൈസ മേടിച്ചിരുന്നില്ല, അത് ശരിയാ എന്ന് പറയുമ്പം ആണോടോ എന്ന് ചോദിക്കാണ്. അതേ സാബ്, സോറി എന്ന് പറയുന്നുണ്ട്. മതി, നിർത്തിക്കോ. നീയൊക്കെ എൻ്റെ വിശ്വസ്തയുള്ളവളാണെന്ന് ഞാൻ കരുതി. പക്ഷേ എനിക്ക് തെറ്റി. നിങ്ങൾ 3 പേരും കൂടി എന്നെ ചതിക്കായിരുന്നല്ലേ എന്ന് പറയാണ്. അപ്പച്ചൻ പറയുന്നുണ്ട്, ഈ 3 നാലുകളെയും വെടിവെച്ച് കൊല്ലടാ.
അല്ലാതെ ഇവന്മാരിനി ഭൂമിക്ക് മുകളിൽ വെച്ചേക്കരുത് എന്ന് പറയുമ്പോഴേക്കും അയ്യോ സാബ് ഞങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് 3 പേരും കൈകൂപ്പിന്ന് കരയുന്നുണ്ട്. ഇല്ലടാ, നിനക്കൊക്കെ ക്ഷമയില്ല. രാജ്യത്തിന്റെ അതിർത്തിയിൽ വന്ന് കേണപേക്ഷിക്കുന്നവന്മാർക്ക് പോലും ഒരു അന്തസ്സുണ്ട്. സ്വന്തം രാജ്യത്തിന് വേണ്ടിയാണ് അവന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നീയൊക്കെ സ്വന്തം വീടിനോട് പോലും ചതി കാണിച്ചു. നിന്നെയൊക്കെ ഇത്രയും കാലം തീറ്റിപ്പോറ്റിയ വീടല്ലടാ ഇത്. എൻ്റെ മോനല്ലടാ നിനക്കൊക്കെ അതിനോട് ചെലവിന് തന്നത്. എന്നിട്ടും അവനെ തന്നെ പറ്റിക്കണമായിരുന്നുടാ. എങ്ങനെ വിശ്വസിച്ച് അവൻ ഇത്രയും കാലോട് കഴിഞ്ഞു എന്തോ. എന്തിലേലും വിഷം കലക്കി തന്ന് ഇവനെ സ്വത്തുക്കൾ അടിച്ചുകൊണ്ട് പോകാറുന്നത് എന്തോ ഭാഗ്യം എന്ന് പറയാണ്. അപ്പോഴേക്കും സ്റ്റാലിൻ ചോദിക്കുകയാണ്, ഇവിടെ മാത്രമുള്ളോ അതോ ഇനി എൻ്റെ പറമ്പിലും ഇങ്ങനെ തന്നെയാണോ? എസ്റ്റേറ്റിലും ഇങ്ങനെ കള്ളത്തരങ്ങൾ നടക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പം ആൻ്റെ പെൺ തലകുനിച്ച് നിൽക്കുകയാണ്. ഓഹോ, അപ്പൊ അവിടെയും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പപ്പ പറഞ്ഞത് ശരിയാ. ആൻ്റപ്പ ചേട്ടനെ ഇവിടെ ഒന്നും അടിച്ചു മാറ്റാറില്ല. കാരണം ആൻ്റപ്പ ചേട്ടനുള്ളതൊക്കെ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എല്ലാവരും കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകുമ്പം 3 പേരും കൂടി പിന്നാലെ വഴി കാലെ പിടിക്കുകയാണ്. സാബ് ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. ഡോ, ഞാൻ ആരാണെന്ന് തനിക്കൊക്കെ അറിയോ? റിട്ടയർഡ് കേണൽ സ്റ്റാലിൻ ജോസഫ്. ആ പദവി എന്താണെന്ന് തനിക്കറിയുമോ എന്ന് ചോദിക്കുകയാണ്. ഒരു രാജ്യം കാത്ത ഒരു മിലിറ്ററിക്കാരനാണ് ഞാൻ. എൻ്റെ പദവിയെക്കുറിച്ചൊന്നും നിനക്കൊന്നും അറിയില്ല. ആ എന്നെയാണ് നീയൊക്കെ കൂടി ചതിച്ചത്. നിനക്കൊന്നും മാപ്പില്ല. അപ്പച്ചൻ പറഞ്ഞ പോലെ 3 വെടിവെച്ച് കൊല്ലാൻ പോവാ എന്ന് പറയുമ്പോഴേക്കും അയ്യോ സാബ് ഞങ്ങൾ ക്ഷമിക്കണം എന്ന് പറയാണ്. പൗലൂസ് പറഞ്ഞുണ്ട്, സാറേ ഞങ്ങൾ ക്ഷമിക്കണം സാറേ എന്ന് പറയുമ്പം ശരി, ഇതാരാണെന്ന് നിനക്കൊക്കെ അറിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പം സാറിൻ്റെ മോള് എന്ന് പറയുമ്പം നീയൊക്കെ കൂടി അവളെ കളിയാക്കുന്നതും അവളെ പരിഹസിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. അതെ, ജാരസന്ധതി എന്ന് പറഞ്ഞുകൊണ്ട് അവളെൻ്റെ ജാരസന്ധതിയല്ല. ഞാൻ എൻ്റെ പ്രണയത്തിലുണ്ടായതാണ് എൻ്റെ മകൾ. ഞാൻ സ്നേഹിച്ച എൻ്റെ കാമുകിലുണ്ടായവൾ. അവളെങ്ങനെയാ ജാരസന്ധതിയാവുക എന്ന് ചോദിക്കുകയാണ്. എൻ്റെ മകൾ എന്ത് പറയുന്നോ അതനുസരിച്ച് ഇവിടെ നിൽക്കാന്നുള്ളത് മാത്രം ഇവിടെ നിന്നാ മതി. അല്ലാത്തവര് ഇവിടെ നിൽക്കണമെന്ന് യാതൊരു താല്പര്യം എനിക്കില്ല. നീയൊക്കെ പോയാലേ എനിക്ക് വേറെ മെയ്ഡിനെ കിട്ടും, അവര് മതി എന്ന് പറയുന്നുണ്ട്. ഇതിനേക്കാളും ഇരട്ടി ശമ്പളം കൊടുത്ത് ഞാൻ ആളെ നിർത്തിക്കോളാം. അതുകൊണ്ട് എൻ്റെ മോൾ എന്ത് പറഞ്ഞോ അക്ഷരം പതി അതനുസരിച്ച് വേണം. അങ്ങനെയുള്ളവർ മാത്രം ഇവിടെ നിന്നാ മതി, മനസ്സിലായല്ലോ എന്ന് പറയുന്നുണ്ട്. മനസ്സിലായി സാബ് എന്ന് പറയാണ്. പൗലോസേ, മര്യാദയ്ക്ക് അവളോട് ക്ഷമ പറ, എന്നിട്ട് മാത്രം അകത്തോട്ട് താൻ കയറിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് സ്റ്റാൻലി പോണുണ്ട്. കുഞ്ഞെ, എന്നോട് പൊറുക്കണം കുഞ്ഞെ, അറിയാതെ ഞാൻ ചെയ്തു പോയതാ എന്ന് പറയുമ്പം ചോറ് തരുന്ന ആളോട് കുറച്ചെങ്കിലും കൂറ് കാണിക്കണം, കുറച്ചെങ്കിലും അവരോട് സത്യസന്ധമായി പെരുമാറണം പൗലോസേട്ടാ. ഇത്രയും കാലം നിങ്ങൾക്ക് ചോറുന്ന മനുഷ്യനല്ലേ, നിങ്ങൾക്ക് ജോലിയും കൂലിയും എല്ലാം നിന്ന ആളല്ലേ, അയാളോട് കുറച്ചെങ്കിലും ഒരു സത്യസന്ധത ആവാമല്ലോ എന്ന് പറയുന്നുണ്ട്. പൗലോസേട്ടൻ്റെ അടുക്കളയാണെന്ന് എപ്പോഴും പറയാറില്ലേ, ആ അടുക്കളയോടെങ്കിലും കുറച്ച് ബഹുമാനം കാണിക്കായിരുന്നു. അത് അന്നം തരുന്ന ഈശ്വരൻ്റെ അത് എന്ന് പറയാണ് കേട്ടോ. അന്നം തരുന്ന അമ്പലം പോലെയാണ് ഓരോ അടുക്കളയും. അതിനെ കുറച്ചെങ്കിലും ഒന്ന് ബഹുമാനിക്കണം. ഇങ്ങനെ കള്ളത്തരവും അഹന്തയും കാണിച്ചല്ല അങ്ങോട്ട് പെരുമാറേണ്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന അകത്തേക്ക് കയറി പോവാണ്. പറഞ്ഞെല്ലാം മനസ്സിലായോടാ, എൻ്റെ കൊച്ചുമോളാ അത്. എൻ്റെ മോനും അവർ പറഞ്ഞ അനുസരിച്ചുകൊണ്ട് നിൽക്കാമെങ്കിലേ നിന്നാ മതി, അല്ലെങ്കിലേ അവൻ്റെ സ്വഭാവം നിനക്കൊന്നും അറിയില്ല. ആ തോക്കെടുത്തേ 3ന്റെയും തല പൊട്ട് തെറിപ്പിക്കും ഇപ്പൊ തന്നെ, വേണോടാ എന്ന് ചോദിക്കുമ്പം അയ്യോ വേണ്ട സാബ് എന്ന് പറയാണ്. അങ്ങനെ അവധക്കുട്ടിയും അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ ഇവര് 3 പേരും ആകെപ്പാടെ നാണം കെട്ട് തലകുനിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. പൗലോസ് അപ്പോഴേക്കും വിനോദോട് പറയാണ്, ഞാനൊരു സെക്കൻഡ് പോലും ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാ എൻ്റെ വീട്ടിലേക്ക് എന്നും പറഞ്ഞ് അയാളെല്ലാം റെഡിയാക്കുന്നുണ്ട്. എന്നിട്ട് സാബിനോട് വന്നിട്ട്, സാബ് എനിക്ക് വീട്ടിൽ നിന്ന് അത്യാവശ്യമായിട്ട് പോകണമായിരുന്നു. എന്താണോ താൻ ജോലിമതിയേക്ക് പോവാണോ? അയ്യോ അല്ല സാബ്, ഒരു 2-3 ദിവസത്തേക്കിന് പോയിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നേക്കാം. ശരി ശരി എന്ന് പറയുമ്പോഴേക്കും അവിടുന്ന് പൗലോസ് പെട്ടിയും എടുത്ത് ഇറങ്ങുന്നുണ്ട്. ഞാനിവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല. അവളുടെ മുമ്പിൽ തലയും കുണിച്ച് നിന്ന് അവളുടെ അനുസരണയും ആജ്ഞയും കേട്ടുകൊണ്ട് ജോലി ചെയ്താലും നല്ലതേ, വീട്ടിൽ പോയി പട്ടിണി കിടക്കുന്നതാ എന്നും പറഞ്ഞുകൊണ്ട് പൗലോസ് അയാളുടെ സാധനമൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എന്താ ആൻ്റപ്പച്ചേട്ടൻ പോകുന്നുണ്ടോ? പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ പോകുന്നൊന്നുമില്ല. ഇവിടെ പോയി കഴിഞ്ഞാലേ വേറെ എവിടെ കിട്ടും ഇത്ര ശമ്പളത്തിൽ ഒരു ജോലി എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് പോകുമ്പോൾ വിനോദം അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം
നമ്മുടെ അവതക്കുട്ടി പോയിട്ട് സ്റ്റാലിനോട് ചോദിക്കുകയാണ്, നോക്കടാ എൻ്റെ കൊച്ചുമോളെ മിടിക്കുകയല്ലേ, ഇത്രയും വർഷം നീ കണ്ടുപിടിച്ചോ ഇവമാരെ കള്ളത്തരം, ഒറ്റ ദിവസം കൊണ്ട് അവളെ കണ്ടുപിടിച്ചത് കണ്ടോടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സ്റ്റാൻലി പറയാണ്, ഇങ്ങനെ പറഞ്ഞ് ചതിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. കുറച്ചൊക്കെ ഉടായ്പ കാണുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അവർ വേസ്റ്റാക്കുന്നൊന്നും ഞാൻ കണക്കൂട്ടുന്നുമില്ല. പക്ഷേ മേടിച്ച സാധനങ്ങൾ അത്രയും പോലും വാങ്ങിക്കാതെ കടയിലെ കള്ളക്കണക്ക് എഴുതിയെന്ന് ഒരിക്കലും ഞാൻ അറിഞ്ഞില്ല. ഒരിക്കലും ഞാനത് ഊഹിച്ചതെന്ന് പോലില്ല. ഇത്രയ്ക്ക് ചതിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പച്ച എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് അലീന കയറി വരാണ്. പാപ്പ, ആറ്റി കളഞ്ഞാലും അളന്ന് കളയണം എന്നൊരു ചൊല്ലുണ്ട്. ഇപ്പം പപ്പ ഇത്രയും ദൂർത്തളിച്ച് കളയുന്നത് എന്തുകൊണ്ടാ? ഇതൊക്കെ പപ്പയുടെ മക്കൾ കഴിക്കേണ്ട ആഹാരമല്ലേ? ഡാനിയും മോളും ടെൽസയും പിന്നുണ്ടല്ലോ ഒരു മോന്, അതുപോലെ ഞാനും പപ്പയുടെ മോളല്ലേ? ഞങ്ങൾക്കെല്ലാം വേണ്ടിയുള്ള സ്വത്തല്ലേ ഇതെല്ലാം ഇങ്ങനെ അന്യാധീനപ്പെട്ടു പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ഇതൊന്നും ഇങ്ങനെ വെറുതെ കളയാതെ പാവങ്ങൾക്കെല്ലാം കൊടുത്തൂടെ എന്ന് ചോദിക്കാണ്. ഇതൊക്കെ വന്നു തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഇവരുടെ കള്ളത്തരങ്ങളെല്ലാം. പിന്നെ തെളിവുകൾ വേണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാനൊന്നും പറയായിരുന്നത്. പിന്നെ അവർ അഹങ്കാരവും എന്നെ വെറും പൊട്ടിയാക്കുമായിരുന്നു അവരെല്ലാം കൂടി. അതൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. മോള് വിഷമിക്കണ്ട, എന്തായാലും സത്യമെല്ലാം തെളിഞ്ഞല്ലോ എന്ന് അവതക്കുട്ടി പറയുന്നുണ്ട്. സ്റ്റാൻലി പറയാണ്, അതെ, കൂടുന്ന ചതിക്കുന്ന ഒരിക്കലും ഞാൻ കരുതിയില്ല. പൗലോസ് എന്തായാലും പെട്ടിയും പ്രമാണം എടുത്ത് പോയി കഴിഞ്ഞു. അവൻ വീട്ടിലേക്ക് പോയതല്ല, ഇവിടുത്തെ ജോലി മുതലേക്ക് പോയതാ. അപ്പോഴേക്കും അലീന പറയാണ്, പപ്പ ഇത്രയും നല്ല ശമ്പളത്തില് വേറെ എവിടെയും അയാൾക്കൊരു ജോലി കിട്ടില്ല. 5 സ്റ്റാർ ഹോട്ടലിലെ കുക്കിന് പോലില്ല ഇതിന്റെ പകുതി ശമ്പളം പപ്പയ്ക്ക് അറിയോ? അതുകൊണ്ട് അയാളെ പോയ പോലെ തിരിച്ചെന്നോളും. പപ്പ പേടിക്കണ്ട. ഇനിയിപ്പോൾ ഇവിടെ ആര് ഫുഡ് ഉണ്ടാക്കും അലീന എന്ന് ചോദിക്കുമ്പം പപ്പയും ഞാനില്ലേ, പപ്പയ്ക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരും. ഒരു ഫുഡ് പോലും വേസ്റ്റ് ആക്കാതെ പപ്പ ചോദിക്കുന്ന എല്ലാം ഞാൻ മേശയിൽ റെഡിയാക്കി തരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാൻ വന്നതാണോ എന്ന് സ്റ്റാൻലി ചോദിക്കുമ്പം, പപ്പേ, സ്വന്തം വീട്ടിലെ അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യുന്നത് ഒരിക്കലും ഒരു കഷ്ടപ്പാടല്ല, അതൊരു നല്ല കാര്യമല്ലേ. മാത്രല്ല പപ്പ എൻ്റെ സ്വന്തം പപ്പയല്ലേ, പപ്പയ്ക്ക് വെച്ചുള്ള വന്നത് എനിക്ക് അതുപോലെ ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. എന്നും പറഞ്ഞ അലീന അകത്ത് പുറത്തേക്ക് പോകുമ്പം അവതക്കുട്ടി പറയാണ്, അവള് മിടിക്കുക, എൻ്റെ ചിന്നമ്മയല്ല, അതിലും അവള് ബെറ്ററാ. നീ പറഞ്ഞതുപോലെ പുറത്തുനിന്ന് ചിന്നമ്മ പോലല്ല, ഞാനും നീയും ചിന്നമ്മയും എല്ലാം ഉള്ളൊരു ചിന്നമ്മ, ഒന്നാം തന്നെ ചിന്നമ്മ അല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അവതക്കുട്ടി ചിരിക്കുന്നുണ്ട്.